നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ പിഷ്കൻ എന്നത്. പലപ്പോഴും മറ്റൊരാളെ കളിയാക്കാൻ വേണ്ടിയാണ് ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത്. ഓ അയാളോ, അയാളൊരു പിഷ്കൻ, ആർക്കും ഒരു 10 പൈസ കൊടുക്കാത്ത മനുഷ്യൻ. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തില് ഈ പിഷ്കന് ശരിക്കും ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ് ഉണ്ട് എന്നാണ്. ഉദാഹരണത്തിന് നമുക്കൊരു കഥ നോക്കാം. ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാള്, ആ ആള് കൂടെ ജോലി ചെയ്യുന്നവർക്കെല്ലാം ഒരു വലിയ പിഷ്കനായിരുന്നു. ആരെങ്കിലും ചായ കുടിക്കാൻ വിളിച്ചാലോ പുള്ളിയൊന്നും പോവില്ല. സുഹൃത്തുക്കൾക്ക് ഒരു ചെറിയ ട്രീറ്റ് പോലും കൊടുക്കില്ല. എപ്പോഴും ഒരേ പഴയ ആ ഒരു ടീഷർട്ട് തന്നെ ഇട്ടാവും വരിക. എല്ലാവരും പുള്ളിയെ കടുംപിടുത്തക്കാരൻ, പിഷ്കൻ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അയാൾ ആ ഓഫീസിൽ നിന്നും റിട്ടയർ ആയി. പുള്ളി പോയതിനു ശേഷം സഹപ്രവർത്തകൻ അയാളുടെ മേശപ്പുറം വൃത്തിയാക്കുമ്പോൾ അതിൽ നിന്നും പഴയൊരു ഡയറി കിട്ടി. കൗതുകം കൊണ്ട് അവരത് തുറന്നു നോക്കിയപ്പോൾ അതിൽ ഓരോ മാസത്തെയും വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഡയറിയുടെ അവസാനത്തെ പേജിൽ അയാൾ ചില കാര്യങ്ങളും കൂടി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഓരോ മാസവും ഓരോന്നിൽ നിന്ന് ലാഭിച്ച തുക അയാൾ ഓരോ സൽക്കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചതെന്ന്. അതായത് അനാഥാലയത്തിലെ കുട്ടികളുടെ പുസ്തകത്തിന് വേണ്ടിയിട്ട്, വഴിയിൽ കണ്ട അന്ധനായ വൃദ്ധന്റെ ചികിത്സയ്ക്ക് വേണ്ടി. അപ്പൊ സത്യത്തില് അയാൾ ജീവിച്ചത് അയാൾക്ക് വേണ്ടിയല്ല, അയാളുടെ കുടുംബത്തിന് പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനും വേണ്ടിയാണ് എന്നത് കൂടെയുള്ളവർക്ക് അപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ശരിക്കും ഈ പിഷ്കൻ എന്ന വാക്കിന് സൊസൈറ്റി കൊടുക്കുന്ന ഒരു മാനദണ്ഡം അതെന്താണെന്ന് നോക്കിയാലോ. ഞാൻ നേരത്തെ പറഞ്ഞു പിഷ്കന് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വശങ്ങളുണ്ട് എന്ന്. അപ്പോൾ എന്താണ് ഇതിന്റെ പോസിറ്റീവ് വശം? യഥാർത്ഥത്തില് ഇതിന്റെ പോസിറ്റീവ് വശം എന്ന് പറയുന്നത് നമുക്കോ അല്ലെങ്കിൽ പറയുന്നവർക്കോ അല്ലെങ്കിൽ മറ്റാർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നത് തന്നെയാണ് ഇതിന്റെ പോസിറ്റീവ് വശം. അതായത് ഇപ്പൊ ഒരാളെ നോക്കിയിട്ട് നമ്മൾ പിഷ്കൻ എന്ന് വിളിക്കുന്നു, ആ കേൾക്കുന്ന ആൾക്ക് ചിലപ്പോൾ കുറച്ചു നേരത്തേക്ക് ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും. ചിലപ്പോൾ അയാൾ കേൾക്കാണ്ടാവും വിളിക്കുന്നത്. അപ്പോ ഇത് പറയുന്നവർക്കോ അല്ലെങ്കിൽ കേൾക്കുന്നവർക്കോ അല്ലെങ്കിൽ മറ്റാർക്കും തന്നെ സത്യം പറഞ്ഞാൽ ഈ ഒരു വാക്ക് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നത് ഇതിന്റെ ഒരു പോസിറ്റീവ് വശമാണ്. നമുക്ക് അയാളെ ലേബലൈസ് ചെയ്യാം, അയാൾ ഒരു പിഷ്കനാണ് എന്ന്, അത്രമാത്രം. ഇപ്പം 5 പേരടങ്ങുന്ന ഒരു ഗ്യാങ്, അവിടെ ഒരു ഓഫർ വരുവാണ്, ഇന്നത് ഇത്ര വിലയ്ക്ക് പർച്ചേസ് ചെയ്യാം എന്നത്. അതില് 3 പേര് ഓക്കെ പറയുന്നു, 2 പേര് നോ പറയുന്നു. അപ്പൊ അവിടെ ആ 2 പേര് ലേബലൈസ് ചെയ്യാം, നോ പറഞ്ഞ ആൾക്കാർ പിഷ്കനാണ് എന്ന പേരിൽ. അത്രേ ഉള്ളൂ. യഥാർത്ഥത്തില് അത് അവരുടെ ബിഹേവിയർ ആണ്. പണമൊന്ന് ചുരുക്കി ചിലവാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാവും അവര്. ഇവിടെ ആ ഗ്യാങ്ങിലുള്ള 3 പേര് വെച്ചിട്ടുള്ള ഒരു സ്കെയില് ഇല്ലെങ്കിൽ പിഷ്കനെ എന്ന് ലേബലൈസ് ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാല് എന്ത് ഓഫർ കണ്ടാലും വാരി വലിച്ച് വാങ്ങാത്തത് കൊണ്ട് പിഷ്കൻ എന്ന ലേബൽ ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിന്റെ ഒരു നെഗറ്റീവ് വശം ഉണ്ട്. അതെന്താന്ന് നോക്കാം നമുക്ക്. അതെന്താന്ന് വെച്ചാല് ഈ പിഷ്ക് കാരണം കൊണ്ടിട്ട് വേറൊരാൾക്ക് അല്ലെങ്കിൽ അവരവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ശരിയാണ്, ഈ പിഷ്ക് എന്നത് ഒരു നെഗറ്റീവ് തിങ് തന്നെയാണ്. ഇപ്പോ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, അല്ലെങ്കിൽ വീട്ടിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നു, എന്നിട്ടും എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോവാത്തതെന്ന് ചോദിച്ചാൽ പറയും പൈസ പൈസ ചെലവാകും എന്ന്. അപ്പം അത് ഇതിന്റെ ഒരു മോശമായിട്ടുള്ള ഒരു വശം തന്നെയാണ്. സ്വന്തം ആവശ്യമല്ല, അതിന് വേണ്ടിയിട്ട് അവർ എത്ര മണിയിലും ചെലവാക്കും. അപ്പൊ ഉദാഹരണത്തിന് അയാൾ ഡ്രസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ അയാൾക്ക് ലാബിഷ് ആയിട്ട് ഫുഡ് അടിക്കാൻ ഒക്കെ അയാൾക്ക് വേണ്ടി ഒരു ഇഷ്ടം പോലെ ചെലവാക്കും. എന്നാൽ അയാളെ ആശ്രയിച്ച് കഴിയുന്ന അയാളുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് പണം ചെലവാക്കുന്നില്ലെങ്കിൽ, പണം ചെലവാക്കാത്ത കൂട്ടരുണ്ട്, അതും ഇതിന്റെ ഒരു മോശം വശമാണ്. അപ്പോൾ അയാൾക്കും അയാളുടെ ഫാമിലി മെമ്പേഴ്സിനും അതുകൊണ്ട് ഒരു ദോഷമാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബിഹേവിയർ ശരിയല്ല എന്ന് പറയാം. അപ്പൊ നമുക്ക് ഈ പിഷ്കൻ എന്നുള്ളതിന്റെ ഒരു ഡെഫിനേഷൻ വേണമെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ അയാൾ നിന്നില്ല, അതുകൊണ്ട് ഞാൻ അയാളെ പിഷ്കൻ എന്ന് ലേബൽ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നിങ്ങളെ പിഷ്കൻ എന്ന് ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ അതുകൊണ്ട് ഡെസ്പാവേണ്ട കാര്യമൊന്നുമില്ല, അതൊരു നല്ല കാര്യമായിട്ട് എടുത്താൽ മതി. കാരണം എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ചെലവാക്കാൻ കയ്യിൽ കാശുണ്ട് എന്നതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ കാര്യം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള പോസിറ്റീവ് വശങ്ങളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. മറിച്ച് നെഗറ്റീവ് വശമാണ് ഉള്ളതെങ്കിൽ അതൊന്ന് റീതിങ്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ സബ്ജക്റ്റ് ഇഷ്ടമായെങ്കിൽ കമന്റ്, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.